ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കുക്കിംഗ് വീഡിയോ ആണേ. ചേട്ടൻ ചിക്കനൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരുന്നു. അമ്മയത് കഴുകി വൃത്തിയാക്കി. ഞങ്ങളൊരു കല്ലിൻ്റെ മുകളിൽ വെച്ചാൽ ചിക്കനും മീനും ഒക്കെ കട്ട് ചെയ്യുന്നത്. ഇത് ഞങ്ങൾ പുതുതായിട്ട് തുണി വാഷ് ചെയ്യാനായിട്ട് കെട്ടിയതായിരുന്നു. അപ്പോഴത്തേക്ക് പിന്നെ ഇവിടെയാണ് ചിക്കനും മീനും എല്ലാം കണ്ടിക്കുന്നത്. അമ്മ അത് നല്ലപോലെ വാഷ് ചെയ്ത് വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. ഇതിൽ കുറച്ച് ചിക്കൻ വറുക്കാനും കുറച്ച് കറിക്കുമായിട്ടാണ്. അപ്പം ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കി അകത്ത് കൊണ്ടുവന്ന് വറുക്കാനുള്ളതിനെല്ലാം അരപ്പ് വരട്ടി ഞാൻ പക്ഷേ അതിൻ്റെ മസാലയൊക്കെ ഇടുന്ന വീഡിയോ എടുക്കാനായിട്ട് വിട്ടുപോയി. പിന്നെ നമുക്ക് ചോറൊക്കെ തിളപ്പിച്ച് ജാക്സണിൽ ഇറക്കി വയ്ക്കും. പിന്നെ ചപ്പാത്തിയും റെഡിയാക്കുന്നുണ്ട്. ഇത് ഇവിടെ അച്ഛനൊരു ഇലക്ട്രിക് സ്കൂട്ടി എടുത്തായിരുന്നു. അപ്പം അച്ഛൻ്റെ ഫ്രണ്ട്സിനൊരു പാർട്ടി വേണമെന്ന് പറഞ്ഞു. അപ്പം ചിക്കനും ചപ്പാത്തിയും ചിക്കൻ ഫ്രൈയും ആക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോഴത്തേക്ക് നമ്മളത് റെഡിയാക്കി കൊണ്ടിരുന്നപ്പോൾ ഇവിടെ മീൻ കൊണ്ടുവരുന്ന ചേട്ടൻ വന്ന് കൊഞ്ചും കണവയുമായിരുന്നു. അങ്ങനെ 100 രൂപയ്ക്ക് കൊഞ്ച് വാങ്ങിച്ച്. ചേട്ടൻ ഈ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോഴത്തേക്ക് പറഞ്ഞ് ഇത് വൈറലാക്കണേ, എന്നെയും വൈറലാക്കണേ. അങ്ങനെ ചേച്ചിയുടെ നമ്പറൊക്കെ തന്നിട്ടാണ് പോയത്. ചേച്ചിക്ക് അയച്ചു കൊടുക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ സാധാരണ ഇവിടെ മീൻ കൊണ്ടുവന്ന കഴുകി വൃത്തിയാക്കിയ ഫ്രിഡ്ജിൽ വെക്കുന്നത്. പക്ഷേ ഇന്ന് ടൈമില്ലാത്തതുകൊണ്ട് അമ്മ അതുപോലെ ഫ്രിഡ്ജിൽ വെച്ച്. എന്നിട്ട് ചിക്കൻ കറിക്കുള്ള തയ്യാറെടുപ്പെടുത്ത് സവാളയൊക്കെ അരിഞ്ഞ് പിന്നെ ഉള്ളി എണ്ണ ഒഴിച്ചിട്ട് അതിനകത്ത് വറ്റൽമുളകും സ്പൈസസൊക്കെ ഇട്ട് ഗ്രാമ്പൂവും ഏലക്കയും അങ്ങനെയൊക്കെ പിന്നെ തേങ്ങാക്കൊത്തും സവാളയെല്ലാം ഇട്ട് നല്ലതുപോലെ വഴറ്റി. പിന്നെ സ്പെഷ്യലായിട്ട് എന്തോ ചേർക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഈ കാഷ്നട്ടും തക്കാളിയും കൂടെ അടിച്ച് പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിനുള്ള മസാല എണ്ണ ഒഴിച്ച് ഇതിൻ്റെ മസാലയൊക്കെ വേറെയാണ് തയ്യാറാക്കിയത്. മഞ്ഞൾപ്പൊടിയും കുരുമുളകും മുളക് പൊടിയും മല്ലിപ്പൊടിയും ഉലുവാപ്പൊടിയും കുറച്ച് ജീരകപ്പൊടിയൊക്കെ ഇട്ട് നല്ലപോലെ ചൂടാക്കി എടുക്കുന്നുണ്ട്. ഈ മസാലയ്ക്കകത്ത് ഒരു സ്പെഷ്യൽ എന്തോ ഇടുന്നുണ്ടെന്ന് എന്നോട് പറഞ്ഞു. അത് അവസാനമാണ് പറയത്തോളെന്ന് പറഞ്ഞു. ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. ഇതിനകത്ത് ചിക്കൻ മസാലയ്ക്കകത്ത് എന്തുവാ സ്പെഷ്യൽ ഇടുന്നതെന്ന് ഇങ്ങനെ നോക്കിയിരിക്കുമായിരുന്നു. അവസാനം നോക്കിയപ്പോൾ എന്തുവാ കുറച്ച് മറ്റേ കായപ്പൊടി ഉണ്ടല്ലോ, കുറച്ച് കായപ്പൊടി അതിനകത്ത് ഇടുന്നുണ്ടായിരുന്നു. ഇത് നല്ലപോലെ ഒരു ബ്രൗണിങ് ഷെയ്ഡ് ആവുന്നത് വരെ നല്ലപോലെ അത് ചൂടാക്കി എടുക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് അതിനകത്ത് കുറച്ച് കായപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങൾ കുറച്ച് നാരങ്ങ വെള്ളമൊക്കെ കുടിച്ച് പിന്നെ ഉള്ളിയൊക്കെ നല്ലപോലെ വഴണ്ട് വന്നപ്പോഴത്തേക്ക് അതിനകത്ത് ചിക്കനൊക്കെ ഇട്ട് പിന്നെ ഇത് വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും നല്ലപോലെ അരച്ച് പേസ്റ്റാക്കി ഫ്രീസറിൽ വയ്ക്കും. എന്നിട്ട് പരന്ന പാത്രത്തിൽ വയ്ക്കും. എന്നിട്ട് കുറച്ച് ഐസാകുമ്പോഴത്തേക്ക് എടുത്ത് ഇങ്ങനെ ക്യൂബ് കണക്ക് കട്ട് ചെയ്തെടുക്കും. അതിൻ്റെ ഒരു 4-5 പീസ് ഇട്ട് കൊടുക്കും. എന്നിട്ട് നമ്മൾ നേരത്തെ മസാല റെഡിയാക്കി വെച്ചിട്ടില്ലായിരുന്നു, ആ മസാലയൊക്കെ ഇട്ട് പിന്നെ കാഷ്നട്ടും ടൊമാറ്റോയും കൂടെ മിക്സിയിലിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതും ഇട്ട് മല്ലിയിലയും ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് നല്ല മണം അടിക്കുന്നുണ്ടായിരുന്നു അപ്പം തന്നെ. എന്നിട്ട് അവസാനം മറ്റേ മാഗി ക്യൂബ് ഉണ്ടല്ലോ, അതും കൂടെ 2 പീസ് ഇട്ട് കൊടുത്ത് ചിക്കൻ മസാലയും ഇട്ട് അപ്പോഴത്തേക്ക് തന്നെ നല്ല അടിപൊളി മണം, നല്ല സൂപ്പർ ചിക്കൻ കറിയുടെ മണം വന്നു. പിന്നെ മറ്റേ ഒറിഗാനോ ഇലയുണ്ടല്ലോ, മറ്റേ ഉലുവയില, അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതെല്ലാം ഇടുമ്പോൾ നല്ല സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയാണ്. പിന്നെ ചപ്പാത്തി ഞങ്ങൾ നേരത്തെ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിങ്ങനെ നെയ്യെല്ലാം ഒഴിച്ച് 3 മടക്ക് കണക്ക് മടക്കിയിട്ട് നമ്മളിങ്ങനെ പരത്തുമ്പോഴത്തേക്ക് നല്ല ലെയർ കണക്ക് പൊങ്ങി വരും. അങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കിയത്. ഞാൻ ചപ്പാത്തി പരത്തിയും അമ്മ ചപ്പാത്തി ചൂടും. അവർക്ക് ആ പാർട്ടിയിൽ ഗസ്റ്റിന് വേണ്ടിയുള്ളത് മാത്രമേ ഇപ്പോൾ ഉണ്ടാക്കിയുള്ളൂ. ഞങ്ങൾക്ക് വൈകിട്ടുള്ളത് ഞങ്ങൾ പിന്നെ വൈകുന്നേരം ആക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പം തന്നെ ചിക്കനും കൂടെ അങ്ങ് ഫ്രൈ ചെയ്യാനായിട്ടിട്ട് അതിനകത്ത് കുറച്ച് പീസങ്ങ് മാറ്റി. കാരണം പിള്ളേരൊക്കെ സ്കൂളിൽ പോകുന്ന ടൈമിലൊക്കെ കൊടുത്തു വിടാമെന്ന് പറഞ്ഞ് കുറച്ച് മാറ്റി. പിന്നെ അവർക്കുള്ളത് നല്ല ഫ്രൈ ചെയ്തെടുത്ത് അതും ഒരു സ്പെഷ്യലായിട്ടൊക്കെയാണ് ചെയ്തത്. വറ്റൽമുളകൊക്കെ ഇട്ട് സ്പെഷ്യലായിട്ട്. പിന്നെ അവർക്കുള്ള പാഴ്സലെല്ലാം അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു ഉച്ചയ്ക്ക്. അങ്ങനെ അവരുടെ പാഴ്സലെല്ലാം പൊതിഞ്ഞ് എല്ലാം റെഡിയാക്കി അച്ഛനിപ്പോൾ അവർക്ക് കൊണ്ടുപോകും. അച്ഛൻ വന്ന വീഡിയോ ഞാൻ എടുക്കാനായിട്ട് വിട്ടുപോയി. അങ്ങനെ അതെല്ലാം പാഴ്സലാക്കി അച്ഛനത് അവർക്ക് കൊണ്ടുപോയി.